ഞാൻ ഷിഹാബ് മാവൂർ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സൗണ്ട്ക്രാഫ്റ്റ് UI മിക്സർ ലാപ്ടോപ്പ് മാക്ബുക്കുമായിട്ട് എതർനെറ്റ് കേബിൾ വഴി എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ്. കുറേ സുഹൃത്തുക്കൾ എന്നോട് ഇങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ കാരണം. റൗട്ടർ കണക്ട് ചെയ്യുന്നൊരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. അത് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കയറി കാണുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ കാണിക്കുന്നത് UI24 മിക്സറിലാണ്. നമുക്കതിന് വേണ്ടത് എതർനെറ്റ് കേബിൾ വേണം, അതുപോലെ ലാപ്ടോപ്പ് അല്ല മാക്ബുക്കോ വേണം. ഞാൻ മാക്ബുക്കിലാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ലാപ്ടോപ്പിലേക്കാണെങ്കിലും ഇതേ സെറ്റിങ്സ് തന്നെയാണ് വരിക. ഞാൻ കാണിക്കുന്നത് മാക്ബുക്കിലാണ്. മിക്സറിൽ എതർനെറ്റ് പോർട്ട് കാണാം. എതർനെറ്റ്, അതുപോലെ എതർനെറ്റ് 2. അതിൽ എതർനെറ്റിൽ താഴെയുള്ളതിലാണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇതിവിടെ കണക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ എൻ്റെ മാക്ബുക്ക് C പോർട്ടാണ് വരുന്നത്. ലാപ്ടോപ്പിലൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് എതർനെറ്റിൻ്റെ തന്നെ ഇൻപുട്ട് ഉണ്ടാവും. ഇതിൽ C ടൈപ്പ് ആയതുകൊണ്ട് ഞാനൊരു കൺവേർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട്. കൺവേർട്ടറായി കണക്ട് ചെയ്തിട്ട് നമുക്ക് എതർനെറ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പം കണക്ട് ചെയ്തു. നമുക്ക് മിക്സറിൽ കാണാം 2 ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് കാണാം. ഇപ്പോൾ കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമുക്ക് മിക്സർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഞാനിവിടെ UI24 മിക്സറിൻ്റെ വൈഫൈയിലാണ് കണക്ട് ചെയ്തത്. നേരെ മിക്സർ ഓപ്പൺ ചെയ്ത് സെറ്റിങ്സ് നോക്കാം. നെറ്റ്വർക്ക് സെറ്റിങ്സ് എടുക്കുക. അപ്പോൾ എതർനെറ്റ് LAN കാണാം. സെറ്റിങ്സ് ആദ്യം തന്നെ ഞാൻ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ട് ഇവിടെ IP അഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 192.168.0.60 ഇവിടെ കാണാം. ഇത് ഞാൻ റൂട്ടറുമായിട്ട് കണക്ട് ചെയ്തതാണ്. അപ്പോൾ ഈ അഡ്രസ്സിലേക്ക് തന്നെ നമുക്ക് ഈ എതർനെറ്റ് വഴിയും ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഇവിടെ എതർനെറ്റ് ഏതാ അഡ്രസ്സ് കൊടുത്തു വെച്ചാൽ ഇവിടെ കൊടുത്ത അഡ്രസ്സ് ഒന്ന് നോക്കുക. മാക്ബുക്കിൽ കയറിയിട്ട് സെറ്റിങ്സ് ചെയ്യാനുണ്ട്. സെറ്റിങ്സ് എടുക്കുക. ആ സെറ്റിങ്സിൽ ഇവിടെ കാണാം നെറ്റ്വർക്ക് സെറ്റിങ്സ് എടുക്കുക. നെറ്റ്വർക്ക് സെറ്റിങ്സിൽ USB 10/100 LAN കാണാം. അത് ഓപ്പൺ ചെയ്താൽ ഇവിടെ നമുക്ക് IP അഡ്രസ്സ് എന്നൊക്കെ കാണാം. ഇതിൽ നമുക്ക് ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ടാബ് വരും. ഇതിൽ നമുക്ക് TCP/IP കാണാം. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ മാനുവലി കൊടുക്കുക. മാനുവലി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ IP അഡ്രസ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാം. നേരത്തെ നമ്മൾ മിക്സറിൽ LANൽ സെറ്റ് ചെയ്ത IP അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ 192.168.0. അതിൽ 60 ആണ് കൊടുത്തത്. അപ്പം നമുക്കിവിടെ മിക്സറിൻ്റെ സെറ്റിങ്സിൽ LANൽ കൊടുത്തത് നോക്കുക. അപ്പം അവിടെ ലാസ്റ്റ് കൊടുത്തതിന് എപ്പോഴും ഒരു +4 നമ്മളിവിടെ അടിക്കണം. അപ്പോൾ ഞാനതിൽ 60 ആണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ 64 കൊടുക്കുക. 64. നെറ്റ് മാസ്ക് നമ്മളവിടെ കൊടുത്തത് തന്നെ 255.255.0 കൊടുത്തിട്ട് ഓക്കെ കൊടുക്കുക. നമ്മുടെ എതർനെറ്റുമായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ കണക്റ്റ് ആയത് കാണാം. USB 10/100 LAN കണക്റ്റഡ്. ഇതാണ് വൈഫൈ കണക്റ്റഡ് കാണാം. വൈഫൈ നമുക്ക് ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 സൗണ്ട്ക്രാഫ്റ്റ് UI24 ആയിട്ടും കണക്റ്റ് ആയിട്ടുണ്ട്, എതർനെറ്റ് വഴിയും കണക്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ഈ ഏരിയയിൽ വഴിയുള്ളത് കട്ടായി പോയാലും നമുക്ക് എതർനെറ്റ് വഴിയുള്ളത് കട്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അതിന് വൈഫൈ ഒന്ന് ഓഫ് ചെയ്യാം.
വൈഫൈ ഓഫായിട്ടുണ്ട്. സൗണ്ട് റാഫ്റ്റ് UI 24 കട്ടായിട്ടുണ്ട്. 192.168.0.60. നമുക്ക് നേരെ മിക്സർ ഓപ്പൺ ചെയ്യാം. മിക്സർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നേരത്തെ കൊടുത്ത സെയിം അഡ്രസ്സിൽ തന്നെ മിക്സർ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഒരു മിക്സർ ഇവിടെ കേബിൾ വഴി കണക്റ്റാണ്. അപ്പം കട്ടാവുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ എതർനെറ്റ് വഴി കൊടുത്താൽ. ഇങ്ങനെയാണ് എതർനെറ്റ് ഉപയോഗിച്ച് ലാപ്ടോപ്പിലേക്കും മാക്ബുക്കിലേക്കൊക്കെ കണക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നതൊക്കെ വരും. എല്ലാവർക്കും ബൈ.